ആലയത്തിന് വേണ്ടി ഇരിക്കുവാനിടയായി. ഇവിടെ ഒരു ഗേറ്റ് സ്ഥാപിച്ച് ആലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ ഗേറ്റ് അഭിമന്യ ആർച്ച് ബിഷപ്പ് തിരുമേനി തുറന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ച് ആലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ 24-ാം സങ്കീർത്തനം ബിനു അച്ഛൻ വായിക്കുന്നതായിരിക്കും. 24-ാം സങ്കീർത്തനം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ്